നമസ്കാരം. ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ സഞ്ജു സാംസനെ കുറിച്ച് തന്നെയാണ്. ഒന്ന്, സഞ്ജു സാംസൺ ടീമിന് അനിവാര്യമാണോ എന്നുള്ളതാണ്. സഞ്ജു സാംസൺ രണ്ട് കളികളിലും അടിച്ചത് അത് ടീമിന് ഏതൊക്കെ രീതിയിൽ ഉപകാരപ്പെട്ടു? സഞ്ജു സാംസൺ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും സ്കോർ അടിക്കുമായിരുന്നു. അപ്പോൾ സഞ്ജു സാംസൺ നമുക്ക് തേവയാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. രണ്ടാമത്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വരുന്ന 1-ാം തീയതി, അടുത്ത മാസം 1-ാം തീയതിയാണ് ക്വാർട്ടർ ഫൈനൽ നടക്കുന്നത്. ആരുമായിട്ട്? വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ ക്വാർട്ടർ ഫൈനലാണ് അല്ലേ. അത് ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഈ പറയുന്ന സെമിയിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതും, ഇനി ഇന്ത്യക്ക് ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസിനെ ജയിക്കാൻ പറ്റുമോ? വെസ്റ്റ് ഇൻഡീസ് അത്രയ്ക്ക് ഭയങ്കര ടീമാണോ? നമ്മൾ ഇത്രയ്ക്ക് പേടിക്കേണ്ടതായിട്ടുണ്ടോ? അതോ ഇന്ത്യ അതോടുകൂടി തീരുമോ? ഈ പറയുന്ന പ്രവചനങ്ങൾ ഒക്കെ ശരിയായി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് സഞ്ജുവിനെ കുറിച്ച് പറയാം. അതായത് സഞ്ജു ആ കൂടി 2 കളി ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ. 2 കളികളിലും ഇന്ത്യ നല്ല മാർജിന് ജയിച്ചു എന്നുള്ളൊരു സത്യം. അതായത് ഈ ടൂർണമെന്റിൽ ഉടനീളം 6 ഓവറിൽ 50 റൺസിന് മേളിലോട്ട് ഇന്ത്യ ഏതൊക്കെ കളി അടിച്ചിട്ടുണ്ട്? 50 റൺസിന് മേളിലോട്ട് എല്ലാ കളികളിലും നേരത്തെ വിക്കറ്റ് വീഴുന്നുണ്ട്, അത് സത്യമാണ്. ഈ കഴിഞ്ഞ കളി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കളിയിലും നേരത്തെയൊക്കെ വിക്കറ്റ്, രണ്ടാമത്തെ 3-ാമത്തെ ഓവറിലൊക്കെ വിക്കറ്റ് വീഴുന്നുണ്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർ അല്ലെങ്കിൽ ഫസ്റ്റ് ബോളിലൊക്കെ വിക്കറ്റ് വീഴുന്നുണ്ട്. പക്ഷെ സഞ്ജു ഇറങ്ങുന്ന 2 കളികളാണ്. ഒന്ന് നബീബിയുമായിട്ടുള്ള കളി, മറ്റൊന്ന് ഇന്നലെ നടന്ന സിംബാബ്വേയുമായിട്ടുള്ള കളി. നബീബിയുമായിട്ടുള്ള കളിയിൽ സഞ്ജു അടിച്ചത് വെറും എനിക്ക് 22 റൺസാണ് അടിച്ചത്. വെറും 8 ബോളിൽ 22 റൺസാണ് അടിച്ചത്. ആ ഒരു കളികളിലും കളിയിലും ആ പവർ പ്ലേയിൽ ഇന്ത്യ അടിച്ചു, എനിക്ക് 70-80 അടുപ്പിച്ച് ഇന്ത്യ അടിച്ചു. അതുപോലെ ഇന്ത്യ 200 കഴിയുകയും ചെയ്തു. ഓക്കെ, സമ്മതിച്ചോ? കഴിഞ്ഞ കളി സിംബാബ്വേയുമായിട്ടുള്ള കളിയിലും ഇന്ത്യ സഞ്ജു ഇറങ്ങി. അന്നും അവൻ അടിച്ചത് എത്ര? 26 അല്ലെ, 26 റൺസ് അടിച്ചു. 26 റൺസ് അടിച്ചു. എത്ര? 15 ബോളിൽ നിന്നും അല്ലെ. ആ കളിയിലും പവർ പ്ലേയിൽ ഏതാണ്ട് 80 റൺസ് ആയിരുന്നു. പവർ പ്ലേയിലും ഇന്ത്യ 200 കഴിഞ്ഞു, അതായത് ടോപ്പ് സ്കോർ വരെ എടുത്തി 256 എന്ന് പറയുന്ന റൺസിലേക്ക് എത്തി എന്നുള്ളതാണ്. മറ്റൊരു കളികളിലും ഇന്ത്യ 200 ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ആണോ? അപ്പോ ഒരു കാമിയോ റോള് ആണ് സഞ്ജു ചെയ്യുന്നത്. 10-12 ബോളുകൾ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും, ഔട്ട് ആകുന്നുണ്ട് എങ്കിൽ പോലും, പക്ഷെ ഇന്ത്യക്ക് കൊടുക്കുന്ന ആ ഒരു തുടക്കമുണ്ടല്ലോ, ആ ഒരു മാനസിക ഒരു ശക്തി ഉണ്ടല്ലോ, ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ചില്ലറയല്ല. ഫസ്റ്റ് വന്നിട്ട്, കാരണം ഇന്നലെ നമ്മൾ കണ്ട എന്താണ്? സഞ്ജു വരുന്നു, ഈ പറയുന്ന അഭിഷേക് ശർമ്മ വരുന്നു. അഭിഷേക് ശർമ്മ നോൺ സ്ട്രൈക്കിൽ നിൽക്കുക, കാരണം അത്രയ്ക്കുള്ള സമ്മർദ്ദം അവൻ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ സഞ്ജുവിന്റെ കേസോ? സഞ്ജുവിന് ഇതിനേക്കാൾ സമ്മർദ്ദമുണ്ട്. മനസ്സിലായോ? ടീമിൽ എടുത്തു വന്നു പോയി ടീമിൽ ഉടനീളം എന്താണ്, നമുക്ക് വിക്കറ്റ് കീപ്പർ ഓപ്പണർ ആയിട്ട് വരുമെന്ന് കരുതിയ സഞ്ജുവിന് പെട്ടെന്ന് മാറിയും ഇവിടെ ഈ പറയുന്ന ഇഷാൻ കിഷൻ വരുന്നതൊക്കെ ചെയ്തു. അപ്പൊ അവനും എന്താണ് ഈ പറയുന്ന ടെൻഷൻ ഉണ്ട്. എന്നിട്ട് അവൻ ഫേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഫേസ് ചെയ്ത സെക്കൻഡ് ബോൾ കിട്ടില്ല ഷോട്ടാണ് അല്ലെ. കിട്ടില്ല ഷോട്ടാണ്. ലോങ്ങോളിലൊക്കെ അടിച്ചത്. ഇങ്ങനെ മുങ്ങി വന്ന ബോൾ ഇങ്ങനെ അടിച്ചു വിടാൻ ചെറിയ ഷോട്ട് അല്ല, അതൊരു കിട്ടും. അപ്പൊ ആ തരത്തിൽ ഇപ്പൊ ഈ പറയുന്ന പിച്ച് നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ, വെരി സിമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് 2 6ഉം 4 എല്ലാം ഒരു ഈ പറയുന്ന കാളവെട്ടുന്നു അങ്ങനെ എന്ന് പറയും. എല്ലാം ക്ലാസിക് ഷോട്ടായിരുന്നു സഞ്ജു തന്നെ അടിച്ചത്. ശരിയാണ്. അൺഫോർച്ചുനേറ്റ് ഒരേ പന്തിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ സഞ്ജു ഔട്ട് ആവുന്നു ഒക്കെ ശരി തന്നെ. പക്ഷെ അവിടെ വെച്ച് ഈ പറയുന്ന അഭിഷേക് ശർമ്മ ഇതുവരെ എന്താണ്, അഭിഷേക് ശർമ്മ ഫോം ഔട്ട് ആയിരുന്നു. 1-2-1-0-0-0-0-1 മാത്രം 15. സഞ്ജു ഇറങ്ങി, അവൻ അതിൽ 56 റൺസ് അടിച്ചു. അഭിഷേക് ശർമ്മ, മനസ്സിലായോ? ഈ പറയുന്ന നമ്മുടെ ഇഷാൻ കിഷൻ ഒരു കുഴപ്പമില്ല, അവനെ ഈ പറയുന്ന പിന്നെ ഓപ്പണിംഗ് ആയാലും ഫസ്റ്റ് ഓവർ ആയാലും അവന്റെ കളി കളിച്ചിട്ട് പോകും. അപ്പൊ സഞ്ജു വരുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റം, അതൊരു അപാര കോൺഫിഡൻസ് ആണ് ഇന്ത്യക്ക് നൽകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും സഞ്ജുവിനെ മാറ്റാൻ ഇനി ടീം തയ്യാറാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ വെറും 26 റൺസ് അടിച്ചിട്ട് സഞ്ജു ഗാലറിയിലേക്ക് പോകുമ്പോൾ ക്യാപ്റ്റൻ ആയാലും കോച്ച് ആയാലും പിന്നെ അസിസ്റ്റന്റ് കോച്ച് അവർ രണ്ടായാലും ഇങ്ങനെ സഞ്ജുവിന്റെ അടുത്ത് ഇങ്ങനെ കൈവിട്ട് വളരെ അടിപൊളി. കാരണം ആ ഒരു തുടക്കം അവൻ ഇട്ടുകൊണ്ട് ആ 2 കളി സഞ്ജു കളിച്ച 2 കളികളിൽ മാത്രമാണ് ഇന്ത്യ 200 കളി കടന്നത്. സഞ്ജു ഓപ്പണർ ഇറങ്ങിയ 2 കളികളിൽ മാത്രമാണ് ഈ പറയുന്ന പവർ പ്ലേയിൽ ഈ പറയുന്ന 80ഓളം റൺസ് വെച്ചത് എന്നൊരു വസ്തുതയാണ്. മനസ്സിലായോ? സഞ്ജു ചെറിയ റൺസിന് പോട്ടെ, എത്രയായിക്കട്ടെ, അവർക്ക് അടിച്ച പിന്നെ നേരിട്ട ബോളുകൾ വളരെ കുറവായി, പക്ഷെ അതിന്റെ ഇരട്ടി റൺസ് അടിച്ചു വെച്ചുകൊണ്ട് ഈ പറയുന്ന ടീമിനൊരു ബലം, മനസ്സിലായോ, ഒരു കോൺഫിഡൻസ് നൽകിക്കൊണ്ട് തന്നെയാണ് സഞ്ജു പോകുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള മാച്ചിൽ സഞ്ജുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ഒരു കളി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത കേസ് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഇത്രയൊക്കെ
നമ്മൾ വാചാലയാകുന്നു. നമുക്ക് വേണ്ടത് ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള അടുത്ത മാസം 1-ാം തീയതി സൺഡേ ഞായറാഴ്ച നടക്കാൻ പോകുന്ന കളിയിൽ വെസ്റ്റ് ഇൻഡീസ് ജയിക്കുമോ? വെസ്റ്റ് ഇൻഡീസ് മാടനടിയാണ് മാടനടിയാണ്. വരുന്ന അവസാനം വരുന്ന 10ാമത് വരുന്ന ബാറ്റ്സ്മാൻ വരെ പെട്ടെന്ന് അടിയോട്ട് അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്താണ് എന്നുള്ളതാണ്. അത്രയ്ക്ക് ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസിനെ പേടിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ത്യക്ക് ജയിക്കാൻ പറ്റത്തില്ലേ? ഇന്ത്യ ഈ പറയുന്ന സിംബാബ്വേയോടത്ത് ഇത്രയും റൺസിന് ജയിച്ചു, പക്ഷേ എന്താണ് യുവമാരോടത്ത് ജയിക്കാൻ പറ്റില്ല, അങ്ങനെയാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോ ഇവരുടെ ബൗളിംഗ് നോക്കാം, ഇവരുടെ ബാറ്റിംഗ്, ഇവർ എത്ര സ്കോർ ചെയ്തു എന്നൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു നമ്മുടെ വേൾഡ് കപ്പിൽ തന്നെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. നോക്കാം. ഓക്കെ, ഇനിയിപ്പോ ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസിന് കളിക്കാനുള്ളത് ഇന്ത്യയുമായിട്ടുള്ള കളി 1-ാം തീയതി. ഓക്കെ, ലാസ്റ്റ് കളി വെസ്റ്റ് ഇൻഡീസ് ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയുമായിട്ടായിരുന്നു വെസ്റ്റ് ഇൻഡീസ് കളിച്ചത്. അവിടെ വെസ്റ്റ് ഇൻഡീസ് എനിക്ക് തോന്നുന്നു 80 റൺസിൽ 7 വിക്കറ്റ് നഷ്ടം ആയതിനു ശേഷം അവസാനം വന്ന പിന്നെ 9ാം വിക്കറ്റ് കൂട്ടുകെട്ട് ഏതാണ്ട് 80ഓളം റൺസ് അടിച്ചു. അവർ 176 റൺസ് അടിച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പൊ അതായത് അവരുടെ പവർ ഹിറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ബൗളിംഗിന്റെ തന്നെ നോക്കണം, സൗത്ത് ആഫ്രിക്ക വെറും 1 വിക്കറ്റ് നഷ്ടത്തിൽ വളരെ ഈസി ആയിട്ട് ഒരു 16ാമത്തെ ഓവറിലാണ് 17ാമത്തെ ഓവറിൽ അവന്മാർ കളി ജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവരടിച്ചത് 176 റൺസ്. അതിന് തൊട്ട് നമ്മൾ സിംബാബ്വേയുടെ അവരുടെ ഏറ്റവും വലിയൊരു ഒരു പ്രകടനം സിംബാബ്വേയുടെ കേസാണ്. ഈ സിംബാബ്വെ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന സിംബാബ്വെ എന്ന് പറഞ്ഞാൽ എന്തോ എന്താണ് ഒരു പ്രാക്ടീസ് മാച്ച് പോലെയാണ്. അതായത് വെസ്റ്റ് ഇൻഡീസ് അടിച്ച് തൂറിച്ചിട്ട് വിടുന്നു, അവനൊക്കെ സെമിക്ക് മുമ്പ് ഒരു പ്രാക്ടീസ്, ഇന്ത്യ അടിച്ച് തൂറിച്ച് വിട്ടു സെമിക്ക് മുമ്പ് ഒരു പ്രാക്ടീസ്, അല്ലെങ്കിൽ ക്വാർട്ടറിന് മുമ്പ് ഒരു പ്രാക്ടീസ്, അടുത്ത സൗത്ത് ആഫ്രിക്ക അടിച്ച് തൂറിച്ച് വിടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സിംബാബ്വേയുടെ അടുത്ത് മാത്രമാണ് 254 റൺസ് അടിച്ച്, അവിടെ സിംബാബ്വെ തിരിച്ച് 147 റൺസ് അടിക്കുകയും ചെയ്തു. ഓക്കെ, അടുത്ത അവൻ ഇറ്റലിയോട് കളിച്ചപ്പോൾ ഇറ്റലിയോട് കളിച്ചപ്പോൾ 165 റൺസ് അവർ ആളൗട്ടായി. മനസ്സിലായോ? 165 ആളൗട്ടല്ല, സോറി, 165 റൺസിന് 6 വിക്കറ്റിൽ 165 റൺസിന് അടിച്ചിട്ടുള്ളൂ എന്നുള്ളത് മറ്റൊരു സംഭവമാണ്. എന്നാൽ ഇറ്റലി 123 ആളൗട്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 165 റൺസിന് അവരവിടെ ഒതുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നേപ്പാളിന്റെ അടുത്ത് കളിച്ചപ്പോൾ നേപ്പാൾ പിന്നെ നോക്കിയിട്ട് കാര്യം 133 അവരടിച്ചു, വെസ്റ്റ് ഇൻഡീസ് തിരിച്ചടിച്ചു 134, 1 വിക്കറ്റ് മാത്രം നേട്ടം, 15 ഓവർ ജയിക്കുകയും ചെയ്തു. ഓക്കെ, അത് അവിടെ മാറ്റി നിർത്താം. അടുത്ത ഇംഗ്ലണ്ടിലൂടെ കളിച്ചപ്പോൾ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലൂടെ വന്നപ്പോൾ 196 റൺസ് അടിച്ചു മാര്, ഇംഗ്ലണ്ട് 166. ഇംഗ്ലണ്ട് തിരിച്ചടിച്ചപ്പോൾ എത്ര അടിച്ചിട്ടുണ്ട്? 166, അതായത് 170ഓളം ഇംഗ്ലണ്ടും തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത സ്കോട്ട്ലൻഡുമായിട്ട് കളിച്ചപ്പോൾ 182 ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസ് അടിച്ചു, സ്കോട്ട്ലൻഡ് 147 റൺസ് തിരിച്ചടിച്ചു. മനസ്സിലായോ? 182 റൺസ് അവർ അടിച്ചപ്പോൾ സ്കോട്ട്ലൻഡ് 147 റൺസ് വരെ തിരിച്ചപ്പോൾ നല്ല ടീമാണ്, ജയിക്കുമായിരുന്നു എന്നുള്ളതാണ്. 18.5 ഓവർ അവർ ആൾ ഔട്ട് ആയിപ്പോയി. ഓക്കെ, ഇനി വാമപ്പ് മാച്ചില് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ 182 അടിച്ചു, ഇവർ തോറ്റു. വാമപ്പ് മാച്ചിൽ അഫ്ഗാനിസ്ഥാനോട് ഇവർ തോറ്റു. 159 ബോളിൽ 159 റൺസിന് ഇവര് എന്ത് ചെയ്തു? ഓവർ കഴിഞ്ഞ് ഇവർ തോറ്റതാണ്. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസിന്റെ ഇപ്പോഴത്തെ നിലവാരം, അതായത് ഈ വേൾഡ് കപ്പിലെ നിലവാരം. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കണം, ഇവരുടെ ബൗളിംഗ് അത്ര മെച്ചമല്ല എന്നുള്ളത്. മനസ്സിലായോ? ഇവരുടെ ബൗളിംഗ് അത്ര മെച്ചമല്ല. ബൗളിങ്ങിന് നമുക്ക് കണ്ടു, സൗത്ത് ആഫ്രിക്ക തന്നെ നമുക്ക് കാണിച്ചു എന്ന് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് അടിച്ച് തീർക്കാവുന്നതാണ്. അതായത് എത്ര ഒരു 10, 100, 200 വരെ ഇവര് ഈ പറയുന്ന ഒരു ടാർഗറ്റ് കൊണ്ടുവന്നാലും കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ അടിച്ച് ജയിക്കാവുന്നതാണ്. പക്ഷെ ഇന്ത്യയുടെ കേസ്, ഇന്ത്യ ചേസിംഗിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ ഒരു 160 മേലിലുള്ള ചേസ് വരുമ്പോൾ വളരെ പരിതാപകരമാണ് ഇന്ത്യയുടെ ഒരു നില എന്നുള്ളത്, അല്ലേ? ഇന്ത്യ പിന്നീട് വലിയ പ്രശ്നമാണ്. പിന്നെ ഇവരുടെ ബാറ്റിംഗ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസിന്റെ ബാറ്റിംഗ് നില പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ അങ്ങനെ ഒരു ക്ലാസിക്കൽ പ്ലെയറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെക്നിക്കലി കറക്റ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒന്നും അല്ല അവരുടെ. പക്ഷെ പവർ ഹിറ്റേഴ്സ് ആണ്. അവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ തുറ അടിക്കും. അതായത് ഒരു ഫ്ലാറ്റ് പിച്ചാണ്, അത് ഏതൊരു പിച്ച് അത് ഞാൻ നോക്കിയില്ല, എവിടെ വെച്ചാണ് കളി എന്നുണ്ട്. അതൊരു ഫ്ലാറ്റ് പിച്ച് ആണെങ്കിൽ കളി മുഞ്ചും. കാരണം ഇവർ ഒരു പോണവരൊക്കെ അടികൊണ്ട് അടിയാണ്, ചുമ്മാ ചാള വീശാണ് ഇവർ അടിക്കണെല്ലാം 6 പോവുകയും ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇവർക്ക് അത്രയ്ക്ക് അങ്ങ് അവസാനം വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ബാറ്റ്സ്മാൻമാർ ഉണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലത് ഇന്ത്യക്ക് ടോസ് കിട്ടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യക്ക് ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഈ പറയുന്ന ചേസിന് ഇവരെ ചെറിയ പ്രശ്നമുണ്ട്. മനസ്സിലായോ? ചേസിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു സമ്മർദ്ദത്തിലാവും. ചേസ് അല്ലാന്നുകൊണ്ട് ഇവർ വരുന്നവരും പോണവരും ചാള വെട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അവിടെ ഇവിടെയൊക്കെ തട്ടി ഈ പറയുന്ന 6ഓ 4 ഒക്കെ പോകും. അതുപോലെ ഇവന്മാർ ഫസ്റ്റ് ബാറ്റിംഗ് അവരെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ 160 റൺസിന് മേളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പണിയുമാണ്. കാരണം ഇന്ത്യക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇല്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ദിവസം ഇവർക്കൊരു
ഈ പാട്ട വിക്കറ്റ് കൊടുക്കരുത്. മനസ്സിലായോ? കുറച്ചെങ്കിലും ഈ പറയുന്ന ബൗളേഴ്സിനെ തുണയ്ക്കുന്ന ഒരു പിച്ച് കൊടുക്കുക. എന്തായാലും ഈ ബൗളിങ്ങിന്റെ കമ്പാരിസൺ ചെയ്യുമ്പോൾ, അതായത് വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയും തമ്മിലുള്ള ബൗളിംഗ് കമ്പാരിസൺ നോക്കി കഴിഞ്ഞാൽ ഫാർ ബെറ്റർ ആണ്. വെസ്റ്റ് ഇൻഡീസിനേക്കാളും ഇന്ത്യ ഫാർ ബെറ്റർ ആണ് എന്നുള്ളതാണ്. മനസ്സിലായോ? ഒരു 10 പോയിന്റ് ഇന്ത്യക്ക് കൊടുക്കാമെങ്കിൽ ഇമാർക്ക് ഒരു 4 പോയിന്റ് കൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വ്യത്യാസമുണ്ട് ഇന്ത്യയും അവരും തമ്മിലുള്ള ഈ പറയുന്ന ബൗളിംഗ് പ്രകടനം. ബാറ്റിംഗ് പ്രകടനമായാലും ഇന്ത്യ അവരെക്കാട്ട് ഫാർ ബെറ്റർ ആണ്. പക്ഷെ പവർ ഹിറ്റിങ്ങിന്റെ കേസ് വരുമ്പോൾ അവർ നമ്മളെക്കാളും ഫാർ ബെറ്റർ ആണ്. നമ്മളെ 1-2 പേരൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ എഡ്ജ് അടിച്ച, കാരണം എല്ലാം കണ്ടില്ലേ നമ്മുടെ രാഷ്ട്രമാരെ പോലെ ഇത്രയും നീളവും പൊക്കും കളിയുമാണ്. അമ്മ ഓരോരു കറക്കാണ്. മനസ്സിലായോ? കൊണ്ട് ഓർപ്പിച്ചിട്ട് തീർന്ന് പിന്നെ ക്യാച്ച് പിടിക്കാൻ നോക്കണ്ട, അമ്മ അടിച്ച് കറക്കും. കുറച്ചൊരു ട്രെയിനിങ് അല്ലെങ്കിൽ കുറച്ചൊരു മൂവ്മെന്റ് ഉള്ള പിച്ചാണെങ്കിൽ എഡ്ജ് അടിച്ച് പൊങ്ങി നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജയിക്കാൻ ഏറ്റവും ഒരു നല്ലൊരു ചാൻസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, ഈ പറയുന്ന ടോസ് കിട്ടിയ ഇന്ത്യ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുക. ഒരു 170 മേളിലോട്ട് റൺ, 170 അതിന് മേലോട്ട് എത്ര റൺസ് ആയാലും 180 മേളിലോട്ട് ഒരു സ്കോർ, ഒരു 200 റൺ നോക്കണ്ട. പിന്നെ അവന്മാര് ആദ്യം കുറച്ച് ആളെ വിട്ട് ബുംറയൊക്കെ ഉള്ളത് പല വിക്കറ്റ് പോകുമ്പോൾ 140-150 റൺസിന് ഒതുങ്ങും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നേ. ഇന്ത്യ സെമിയിൽ വരും. സെമിയിലല്ല, ഈ വട്ടം ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനല് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനല്. ഇന്ത്യ അപ്പൊ പകരം വീട്ടുന്നു. എന്താ സുഖല്ലേ? നിങ്ങളുടെ അപ്പുറം മസ്താ കമ്പനി പങ്കെടുക്കണം. ശരി.